ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരു അഡ്ഡ 2% മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ നിലവിൽ കേരള PSC യുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അല്ലേ. പക്ഷേ അവിടെ ചെറിയ ചില അപ്ഡേഷൻസ് പറയാറുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുറച്ച് NCA വിജ്ഞാപനം വന്നിരുന്നില്ല. അപ്പോഴും തന്നെ ഏവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, വരുന്ന ഡിസംബറിൽ വിജ്ഞാപനം വരുമോ, ഒരു വർഷമാണോ കാലാവധി അതോ 3 വർഷമാണോ കാലാവധി, എങ്ങനെയാണ് ഇതിൻ്റെ പ്രായപരിധി എന്ന് ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിരുന്നു. നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിലൊരു വീഡിയോ ആണ് ഈ ചെയ്യുന്നത്. റൈറ്റ്, അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ്. അതിൻ്റെ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 600/2021 മറക്കില്ല. എത്ര? 600/2021 കേട്ടോ. 600/2021 കഴിഞ്ഞ ഒരു നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് മറക്കല്ലേ. ആണ്ടേ, ഇതാണ് കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ. പരിശോധിക്കാം. കാറ്റഗറി നമ്പർ 600/2021 അടിസ്ഥാനമാക്കി കേരള PSC എപ്പോഴാണ് വിളിച്ചിരുന്നത്? അത് പരീക്ഷയല്ല, നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് 15/12 ആയിരുന്നു അല്ലേ. 15/12/2021, അതായത് 2021 ഡിസംബർ മാസം കേരള PSC പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമായിരുന്നു APO അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസിലേക്ക് അല്ലേ. നോക്കൂ, കാറ്റഗറി നമ്പർ 600/2021 ആണെന്ന് മറക്കരുത്. ഇനി വായിച്ചേ, അന്ന് അതിൻ്റെ ശമ്പള സ്കെയിൽ 20,000 മുതൽ 45,800 വരെ ആയിരുന്നു എന്ന് മറക്കരുത്. സ്റ്റേറ്റ് വൈഡ് വേക്കൻസി ആയിരുന്നു അന്ന്. 30 ഒഴിവുകളിലേക്കാണ് അന്ന് വിളിച്ചല്ലേ. 30 ഒഴിവുകളിലേക്കാണ് വിളിച്ചിരുന്നത്. അപ്പം നോക്കൂ, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏജ് ലിമിറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് സംശയം വന്നു. നോക്കൂ, ഏജ് ലിമിറ്റ് ആരും പേടിക്കേണ്ട, ഏജ് ലിമിറ്റ് വളരെ കൂടുതലാണ്. 18 to 36 അല്ലേ. ഫോഴ്സുകളിൽ ചുരുക്കം ചില പോസ്റ്റുകൾക്ക് മാത്രമേ ഏജ് ലിമിറ്റ് 36 ഉള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ് കേരളത്തിലെ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് എന്ന് മറക്കരുത്. നമുക്കറിയാം, പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസിൽ വിളിക്കുന്ന മറ്റൊരു പോസ്റ്റുണ്ട് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പോലെ തന്നെ മറ്റൊരു പോസ്റ്റ് ഉണ്ട് അല്ലേ, അസിസ്റ്റന്റ് ജയിലർ. ശരിയല്ലേ? അസിസ്റ്റന്റ് ജയിൽ പോസ്റ്റ് വിളിക്കാറുണ്ട്, അസിസ്റ്റന്റ് ജയിൽ സൂപ്പറുണ്ട്. ശരിയല്ലേ? അതിനും കറക്റ്റാണ് 18 to 36. അപ്പം ഇത് ഫോഴ്സാണ്. അപ്പം കേരളത്തിൽ സെൻട്രൽ കറക്ഷൻ അല്ലെങ്കിൽ കേരളത്തിലെ പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസിൽ മാത്രമേ ഉള്ളൂ ഒരു ഫോഴ്സിലേക്ക് ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറിയേക്ക് 18 to 36 വരുന്നത് മറക്കല്ലേ. ജനറൽ കാറ്റഗറിയ 18 to 36. OBC ആണെങ്കിലോ എത്രയത്? OBC ആണെങ്കിൽ 39 പോകാം, മറക്കരുത്. അത് കേരളത്തിലെ പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. കാരണം ബാക്കി ഇപ്പോൾ CPO ആയാലും സിവിൽ എക്സൈസ് ആയാലും ഫയർമാൻ ആയാലും ഇത്രയില്ല, ലിമിറ്റേഷൻ ആണ്. അവിടേക്ക് 26, 27, 30 പോകും അല്ലേ. അവിടെ കൊണ്ട് തീരും, ജനറൽ കാറ്റഗറി അവിടെ കൊണ്ട് തീരുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ ഇവരുടെ ഈ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ മാത്രമല്ല, അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടായാലും ഇതുപോലാണ്. 19 to 36 വരെ ജനറൽ കാറ്റഗറിക്ക് വരാം. OBCക്കോ അത് 39 വരെ പോകാമെന്ന് മറക്കല്ലേ. റൈറ്റ്, ഇതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഒന്നാമത്തെ ഏവരുടെയും ഡൗട്ട് അവിടെ മാറിയെന്ന് പ്രതീക്ഷിക്കുന്നു. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏജ് ലിമിറ്റ് എങ്ങനെയെന്ന് ഒരുപാട് പേർക്ക് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ആശയക്കുഴപ്പം ഇവിടെ മാറിയിട്ടുണ്ട്. അടുത്ത വീണ്ടും മുന്നോട്ട് പോകുന്നു. അടുത്ത നമുക്ക് അതിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ്. അപ്പോൾ അവിടെ സംശയമൊന്നും വേണ്ട, അതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണെന്ന് മറക്കല്ലേ. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ്. പാസ് ഇൻ 10ാം ക്ലാസ് 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ എന്ന് മറക്കരുത്. ഇനി അവിടെ ഫിസിക്കൽ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴേ പ്രിപ്പറേഷനൊക്കെ പെയ്യെ തുടങ്ങാം അല്ലേ. നോക്കൂ, മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 165 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവണം അല്ലേ. 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാകണമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ മസ്റ്റ് ബി മിനിമം 81.3 സെൻറ്റിമീറ്റർ അറൗണ്ട് ദി ചെസ്റ്റ് ഓൺ ഫുൾ എക്സേലേഷൻ ആൻഡ് ചെസ്റ്റ് എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ചെസ്റ്റ് എത്രയാണ്? 81.3 സെൻറ്റിമീറ്ററും എക്സ്പാൻഷൻ 5 കിട്ടണമെന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബാക്കിയുള്ള കണ്ണിൻ്റെ കാര്യങ്ങൾ 6/6 എന്ന് കൃത്യമായി പറയുന്നുണ്ട്, കുഴപ്പമില്ല. അതുപോലെ തന്നെ എന്താണ്, ഹൈറ്റുമായി ബന്ധപ്പെട്ട് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം പോലീസിന് അത്രയും വേണ്ട, CPOന് അത്രയും വേണ്ട, നമുക്ക് 165 മതി എന്നൊരു നേട്ടം നമുക്ക് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ബാക്കി ഫിസിക്കൽ കണ്ടീഷനൊക്കെ നമുക്ക് പോലീസിനെ പോലെ തന്നെ പറയാം അല്ലേ. ബാക്കി ഫിസിക്കൽ കണ്ടീഷനൊക്കെ ലൈക്ക് അവർ CPOനെ പോലെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും അല്ലേ. ഓക്കെയാണ്, റൈറ്റ്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ അതിനകത്ത് മറ്റൊരാശയക്കുഴപ്പവും ഡൗട്ട് ഏവർക്കും വന്നിരിക്കുന്ന ലിസ്റ്റുകളുടെ കാലാവധി. ഇപ്പോൾ കേരളത്തിലെ എല്ലാ ഫോഴ്സുകൾക്കും സാധാരണ 1 വർഷമാണ് വരാറ്. ഇപ്പോൾ CPO ആയാലും സിവിൽ എക്സൈസ് ആയാലും ഫയർമാൻ ആയാലും ഇതൊക്കെ 1 വർഷമാണ്. SA ടെസ്റ്റ് ആയാലൊക്കെ 1 വർഷമാണ് വരാറ്. പക്ഷേ ഇവിടെ ലിസ്റ്റിന് കാലാവധി 3 വർഷമാണെന്ന്
വ്യക്തമായി ആ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് പരിശോധിച്ചതാ നോക്കൂ. ഇവിടെ നോക്കിയേ, ദി റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ ദി കമ്മീഷൻ ഷാൾ റിമെയിൻ ഇൻ ഫോഴ്സ് ഫോർ എ മിനിമം പീരീഡ് ഓഫ് 1 year. ശരിയായിക്കോട്ടെ. സബ്ജക്ട് ടു ദി കണ്ടീഷൻ ദാറ്റ് the set list will continue to be forced till the publication of new rank list after the expiry of minimum period of 1 year or till the expiry of 3 year. കണ്ടായിരുന്നോ ക്ലിയർ ആയിട്ട് കണ്ടായിരുന്നോ? ദാ നോക്കൂ, 3 വർഷമാണ് മിനിമം 1 year, പരമാവധി 3 വർഷം വരെ പോകാം. അതായത് പറഞ്ഞു വരുന്ന കാര്യം എന്താണ്? 3 വർഷമാണ് റാങ്ക് ലിസ്റ്റുകൾക്ക് കാലാവധി. അപ്പം അങ്ങനെയും കൂടെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. നേട്ടത്തെ പോലെ തന്നെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എന്താ നേട്ടം? അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൻ്റെയും അല്ലെങ്കിൽ കേരളത്തിലെ ജയിൽ സർവീസിലേക്ക് വിളിക്കുന്ന സെൻട്രൽ കറക്ഷൻ, അല്ലെങ്കിൽ കേരളത്തിലെ ജയിൽ കറക്ഷൻ അല്ലെങ്കിൽ ജയിലിലേക്ക് വിളിക്കുന്ന സെൻട്രൽ പ്രിസൺ സർവീസിലേക്ക് വിളിക്കുന്ന ഒരു ഏറ്റവും പ്രധാന 2 യൂണിഫോം പോസ്റ്റാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറും അതുപോലെ തന്നെ ഒന്ന് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അല്ല, അതുപോലെ മറ്റൊരു പോസ്റ്റ് ഏതാ? ജയിൽ സൂപ്രണ്ട്. ഈ 2 പോസ്റ്റുകളുടെ ഏറ്റവും വലിയ നേട്ടം എന്താണ്? 2 പോസ്റ്റുകൾക്കും ഏജ് ലിമിറ്റ് കൂടുതലാണ്. 18 to 36, മറ്റേത് അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ട് 19 to 36 ആണല്ലേ. പക്ഷേ OBC 39 പോകുന്നുണ്ട്. അത് ഓക്കെയാണ്, അവിടെ നമ്മൾ ഓക്കെയാണ്. പക്ഷേ എന്താ പ്രശ്നം? കാലാവധി 3 വർഷമാണ്. പരീക്ഷ വൈകും എന്നൊരു പ്രശ്നമുണ്ട് അല്ലേ. പരീക്ഷ വൈകുന്നതിന് കാരണം മനസ്സിലായോ? എന്തുകൊണ്ടാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൻ്റെയും അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടുകളുടെയും പരീക്ഷകൾ വൈകിപ്പോകുന്നു? നോട്ടിഫിക്കേഷൻ വരുന്നില്ല, നടക്കുന്നില്ല ഒരു പൊതു ഡൗട്ടുണ്ട്. ആ ഡൗട്ടുകൾക്ക് മറുപടിയായെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇത് തന്നെയാണ്, റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 3 വർഷം വരെ പോകുന്നു. ഇത് തന്നെയാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവെന്ന് പറയുന്നത്. എന്തുകൊണ്ട് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷ നോട്ടിഫിക്കേഷൻ CPA പോലെ ബാക്ക് ടു ബാക്ക് വരുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് ജയിൽ സൂപ്രണ്ട്, അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ട് എന്ന് പറയുന്ന പരീക്ഷ എന്തുകൊണ്ട് SIA പോലെ തന്നെ ബാക്ക് ടു ബാക്ക് വരുന്നില്ല? കാരണം ഇതാണ്, 3 വർഷമാണ് കാലാവധി. പക്ഷേ ഏജിൽ കാര്യമായ റിലാക്സേഷൻ ഉണ്ട്. അവിടെ APO അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ആകുമ്പോൾ എങ്ങനെ വരും ഏജ് ലിമിറ്റ്? നമ്മൾ പറഞ്ഞു 18 to 36 ജനറൽ കാറ്റഗറിയാ. അപ്പോൾ OBCക്ക് അത് 39ലേക്ക് പോകാം അല്ലേ. അതുപോലെ നമ്മുടെ ഒരു അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ട് ഉണ്ടായിരുന്നു. ജയിൽ സൂപ്രണ്ട് പോസ്റ്റോ ഏജ് ലിമിറ്റ് 18 to 36, OBCക്ക് എങ്ങനെ പോകാം? 39ലേക്ക് പോകാമെന്ന് മറക്കല്ലേ. റൈറ്റ്, ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വിജ്ഞാപനം വൈകുന്നത്. അപ്പോൾ നിലവിലെ കണ്ടീഷൻ നമുക്ക് പരിശോധിക്കണ്ടേ? തീർച്ചയായിട്ടും പരിശോധിക്കണം. കാറ്റഗറി നമ്പർ ചെക്ക് ചെയ്ത് വെച്ചേക്കണം, നമുക്ക് ആവശ്യം വരും വഴിയെ ചെക്ക് ചെയ്യാം. നമുക്ക് നോക്കൂ, ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ റാങ്ക് ലിസ്റ്റിൻ്റെ അവസ്ഥ എന്താണ്? നോക്കൂ, റാങ്ക് ലിസ്റ്റ് വെച്ചുകൊണ്ട് മാത്രമേ അടുത്ത വിജ്ഞാപനത്തെ പറ്റി നമുക്ക് എന്തെങ്കിലും ഒരു ലീഡ് തരാൻ കഴിയൂ അല്ലേ. അപ്പോൾ നോക്കൂ, നമ്മുടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ആണ് കാറ്റഗറി നമ്പർ 600/2021. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആ കാറ്റഗറി നമ്പർ നോക്കി വെച്ചാൽ കൃത്യമായി നമുക്ക് ആ ലിസ്റ്റ് ശരിയാണോ എന്ന് ഫൈൻഡ് ചെയ്യാൻ കഴിയും. നോക്കൂ, ദിസ് റാങ്ക് ലിസ്റ്റ് ഈസ് ബ്രോട്ട് ഇൻ ടു വിത്ത് എഫക്റ്റ് ഫ്രം 6/2/2024. അതായത് 2024 2-ാം മാസം എന്ന് പറയുമ്പോൾ ഫെബ്രുവരി അല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2024 ഫെബ്രുവരി മാസമാണ് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. ഈ വർഷമാണ് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. കൊറോണയ്ക്ക് ആയിരുന്നല്ലോ, അതുമായി ബന്ധപ്പെട്ട കുറേ ലിസ്റ്റുകൾ നീണ്ടുപോയല്ലേ. ഇപ്പോൾ ഈ 2024 ഫെബ്രുവരിയിലെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്ക്. നോക്കൂ, അപ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് എപ്പോഴായിരിക്കും? 2027, ശരിയല്ലേ. 2027 ഫെബ്രുവരിയിൽ മാത്രമേ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ എന്താണ്? 3 വർഷമാണ്. അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് തീരണം. അപ്പോൾ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ആൾക്കാരെടുത്ത് തീരണം അല്ലേ. ഇപ്പോൾ നിലവിൽ 354 അഡ്വൈസാണ് പോയേക്കുന്നത്. നോക്ക്, അഡ്വൈസർ ലിസ്റ്റ് ചെയ്യാണെന്ന് ഷെയർ ചെയ്യാണ്ടോ. നിലവിൽ നോക്കൂ, 6/2/2024 വന്നേക്കുന്ന റാങ്ക് ലിസ്റ്റിൽ 359 അഡ്വൈസ് വരെ പോയിട്ടുണ്ട്. 359 അഡ്വൈസ് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് അവസാനിക്കണം. റാങ്ക് ലിസ്റ്റ് അവസാനിക്കുകയാണെങ്കിൽ ഓക്കെ. റാങ്ക് ലിസ്റ്റുകൾ അവസാനിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വിജ്ഞാപനം വരാം. പക്ഷെ നിലവിൽ അവസാനിക്കാനുള്ള സാധ്യതയില്ല. റാങ്ക് ലിസ്റ്റ് ആളെ എടുത്തുകൊണ്ടിരിക്കുകയാണ്, വലിയ റാങ്ക് ലിസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് റാങ്ക് ലിസ്റ്റ് അവസാനിക്കാനുള്ള പോസിബിലിറ്റി ഇല്ല. നിലവിൽ നമുക്ക് 2027 വരെ തുടരാനാണ് ഇതിനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് 2025 ഡിസംബർ, അടുത്ത വർഷം ഡിസംബറിൽ മാത്രമേ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. 2025 ഡിസംബറിൽ മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. 25 ഡിസംബറിൽ മാത്രമേ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിന് കാരണം ഞാൻ പറഞ്ഞത് മനസ്സിലായായിരുന്നോ? കാരണം 354 അഡ്വൈസ് നിലവിൽ പോയിട്ടുള്ളൂ.
അപ്പോൾ ഒന്നെങ്കിൽ റാങ്ക് ലിസ്റ്റുകൾ എത്രയും പെട്ടെന്ന് തീരില്ല. അഡ്വൈസ് ഇപ്പോൾ പയ്യെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഓക്കെയാണ്, കാരണം അത്യാവശ്യം ഇതിനകത്ത് ലിസ്റ്റ് ഉണ്ടല്ലേ, നമുക്ക് നോക്കാം. ഒരു വലിയ ലിസ്റ്റ് അല്ലേ, 56 പേജ് ഉണ്ട്. 56 നമുക്ക് നോക്കണ്ട, സ്ക്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല, 56 പേജ് കിടക്കുക. അപ്പോൾ അത്രയും വലിയൊരു റാങ്ക് ലിസ്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിലവിൽ റാങ്ക് ലിസ്റ്റുകൾ അവസാനിച്ച് പരീക്ഷ നടക്കാൻ സാധ്യതയില്ല. അപ്പോൾ റാങ്ക് ലിസ്റ്റുകൾ ഒന്നെങ്കിൽ റാങ്ക് ലിസ്റ്റ് അവസാനിച്ച് പരീക്ഷ നടക്കണം, അതല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞ് അല്ലെങ്കിൽ കാലാവധിയിൽ അടുപ്പിച്ച് മാത്രമേ പരീക്ഷകൾ വരികയുള്ളൂ അല്ലേ. അപ്പോൾ റാങ്ക് ലിസ്റ്റുകൾ അവസാനിക്കാനുള്ള പോസിബിലിറ്റി 56 പേജുള്ള വിശാലമായ ഒരു വലിയ റാങ്ക് ലിസ്റ്റാണ്, കണ്ടായിരുന്നല്ലോ. അപ്പോൾ നോക്കൂ, ഇനി ഒരു പോസിബിലിറ്റി ഉള്ളത് ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കണം. 3 വർഷമാണ് കാലാവധി. 24 ഫെബ്രുവരിയിൽ വന്നു, 27 ഫെബ്രുവരിയിലാണ് റാങ്ക് ലിസ്റ്റുകൾ അവസാനിക്കുന്നത്. 3 വർഷമാണെന്ന് ഞാൻ ഇപ്പോൾ നോട്ടിഫിക്കേഷനിൽ വായിച്ചു കേൾപ്പിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് 25 ഡിസംബർ, അടുത്ത വർഷം ഡിസംബറിലേക്ക് മാത്രമേ ഈ ഒരു പരീക്ഷേൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്നാലും ഒരു 1% പോസിബിലിറ്റി പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. 99% പോസിബിലിറ്റി, ശ്രദ്ധിക്കുക, 99% പോസിബിലിറ്റിയും 2025 ഡിസംബറിലാണ് ഈ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത എന്ന് ഞാൻ പറയുന്നു. കാരണം നമ്മൾ കണ്ടല്ലോ, ഈ ഒരു 1% പോസിബിലിറ്റി അത് നമുക്ക് നോക്കണ്ട, എന്നാലും പറഞ്ഞു വെച്ചേക്കാം. ഒരു 1% മാത്രമേ ഉള്ളൂ പോസിബിലിറ്റി 2024 ഡിസംബറിൽ വരാൻ. അത് കേരള PSCൻ്റെ പേഴ്സണൽ ചോയ്സാണ്. കാരണം നമുക്കറിയാമല്ലോ, ഒരുപാട് പേരുടെ ഏജ്, നമുക്ക് കേരള PSC എപ്പോഴും ഏജ് പരിഗണിക്കുന്നത് എങ്ങനെയാണ്, ജനുവരി ടു ഡിസംബർ ആണ് അല്ലെ, ജനുവരി ടു ഡിസംബർ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള PSC പല നോട്ടിഫിക്കേഷനും ഒരുപക്ഷെ അത് വിളിക്കാൻ സമയമായി കാണത്തില്ല. ചിലപ്പോൾ ഇനി 1 വർഷം അല്ലെങ്കിൽ 2 വർഷം ഇനി കാലാവധി കാണും. അപ്പം വിളിക്കാൻ സമയമാകാത്ത പല നോട്ടിഫിക്കേഷനും കേരള PSC ഡിസംബറിൽ കൊണ്ട് വിളിച്ചിരിക്കും. ഇപ്പം 2025 വിളിക്കേണ്ട ഒരു നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ 2024 ഡിസംബറിൽ വിളിക്കാറുണ്ട്. കാരണം എന്താ, അത് കേരള PSC ഒരുപാട് പേരുടെ ഏജ് പരിഗണിച്ചുകൊണ്ട് ആസ് പെർ ഹ്യൂമാനിറ്റി ഒരു മനുഷ്യത്വപരമായ നടപടി, പരമാവധി ആളുകളെ എക്സാമിന് ഉൾക്കൊള്ളിക്കുക. എസ്പെഷ്യലി ഏജ് അറ്റത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലേ, അത് 36 എത്തി നിൽക്കുകയാണ്, ലാസ്റ്റ് ചാൻസായി നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ OBCയിൽ 39 എത്തി നിൽക്കുകയാണ്. അപ്പോൾ അവരെയും കൂടെ എക്സാമിന് ഉൾക്കൊള്ളിക്കാനും പരിഗണിക്കാനുമായി കേരള PSC പലപ്പോഴും അങ്ങനെ ഒരു ഫേവർ ചെയ്യാറുണ്ടല്ലേ. അവർ പലപ്പോഴും സമയമാകാത്ത നോട്ടിഫിക്കേഷൻ എല്ലാം ഡിസംബറിൽ കൊണ്ട് വിളിക്കാറുണ്ട്. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അപ്പോൾ അതിനൊരു പോസിബിലിറ്റി 1% മാത്രമേ ഉള്ളൂ ഇവിടെ. കാരണം 3 വർഷം കിടക്കുകയാണ്. ഈ വർഷം റാങ്ക് ലിസ്റ്റ് വന്നിട്ടേ ഉള്ളൂ, അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1% മാത്രം പോസിബിലിറ്റി ഉണ്ട് ഈ വർഷം വിളിക്കാൻ, ഡിസംബറിൽ വിളിക്കാൻ. ഒരു 99% പോസിബിലിറ്റി എപ്പോഴാണ്, 2025 ഡിസംബറിൽ മാത്രമേ പോസിബിലിറ്റി ഉള്ളൂ എന്ന് മറക്കരുത്. അപ്പോൾ ഇതാണ് ഈ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ഒരു 3 ഡൗട്ടാണ് വന്നിരുന്നത് അല്ലേ. ഒന്നാമത്തെ ഡൗട്ട് എന്തായിരുന്നു, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരുമോ? കാരണം NCA നോട്ടിഫിക്കേഷനൊക്കെ വന്നുകൊണ്ട് ഇരിക്കുകയാണ്, നമുക്ക് ജനറൽ ഉടനെ വരില്ലേ എന്ന് സംശയം വന്നു. ആ ഡൗട്ട് കൃത്യമായി തീർന്നു കാണും. ഒന്ന്, അപ്പോൾ അതിൻ്റെ ആശയങ്ങൾ കൃത്യമായിട്ട് ഇവരും പരിശോധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഏജ് ലിമിറ്റാണ്. അപ്പോൾ അത് ഞാൻ കൃത്യമായി പറഞ്ഞു, 36 പേടിക്കരുത്. കാരണം 3 വർഷം ആയതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിന് കാലാവധി. മറ്റൊരു ഡൗട്ടായിരുന്നു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി. കാരണം നോർമലി എല്ലാ ഫോഴ്സുകൾക്കും 1 വർഷമാണ്, ഇതും അങ്ങനെ അല്ലേ എന്ന് ഡൗട്ട് ചോദിച്ചിരുന്നു. അല്ല, 3 വർഷമാണെന്ന് മറക്കരുത്. ഞാൻ അതും വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചു. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, അത് 3 വർഷം ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിൻ്റെ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് 3 വർഷം ആയതുകൊണ്ട് തന്നെ ഏജ് ലിമിറ്റ് 36 നിൽക്കുന്നത് മറക്കരുത്. ജനറൽ കാറ്റഗറിക്ക് 36 നിൽക്കുന്നത് മറക്കരുത്. 39 OBCയും പോകുന്നുണ്ട്. അത് ജയിലിലെ 2 പോസ്റ്റും. നമ്മുടെ ജയിൽ സർവീസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വിളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 പോസ്റ്റാണ്. അസിസ്റ്റന്റ് ജയിൽ സൂപ്പറിൻ്റെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ, 2 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ നമ്മൾ കണ്ടിരുന്നു അല്ലേ. അപ്പോൾ 2 പോസ്റ്റുകൾക്കും ഇതുപോലെ 3 വർഷം കാലാവധിയും റാങ്ക് ലിസ്റ്റുകൾക്കും ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് കേട്ടോ, കൃത്യമായി മനസ്സിലാക്കുക. അത് അപ്പോൾ ആവർത്തന വിരസത തോന്നരുത്, ഞാൻ വീണ്ടും ആവർത്തിച്ച് നിങ്ങളിലേക്ക് അത് മനസ്സിലാക്കി തരികയാണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, 3 വർഷം കാലാവധിയും വരുന്നു, അതുപോലെ തന്നെ 36-39 വരുന്നു. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്നും വളരെ വ്യക്തമായി നിങ്ങൾക്ക് എത്തിക്കാനായി നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷയുള്ള നോട്ടിഫിക്കേഷൻ, വിജ്ഞാപനത്തിൻ്റെ പഴയ വിജ്ഞാപനം, പുതിയ വിജ്ഞാപന കാറ്റഗറി നമ്പർ, വിജ്ഞാപനത്തിലെ വ്യത്യാസങ്ങൾ, അതുപോലെ ഫിസിക്കൽ കണ്ടീഷൻ, മെഡിക്കൽ കണ്ടീഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കുന്ന ഡേറ്റുകൾ, പരീക്ഷ അപ്ലൈ ചെയ്യേണ്ട അവസാന ഡേറ്റുകൾ, ഇങ്ങനെ കേരള PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട റാങ്ക് ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ്, സിലബസ്, എല്ലാ കാര്യങ്ങളും ഞാൻ അതിവേഗത്തിൽ കൊണ്ടുവരാം. ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുക. മാത്രമല്ല മറ്റ് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ നമുക്കിപ്പം ഓണവുമായി ബന്ധപ്പെട്ട് ഓണത്തിൻ്റെ കുറച്ച് ഓഫറുകൾ കൃത്യമായി നടക്കുന്നുണ്ട്. നിങ്ങളെപ്പോഴും
അഡ്ഡ 247 മലയാളത്തിൻ്റെ ഏതെങ്കിലും ഒരു കോഴ്സ്, നമുക്ക് ഒരുപാട് കോഴ്സുണ്ട്. ഹൈക്കോർട്ടുണ്ട്, SI ടെസ്റ്റിൻ്റെ സ്പെഷ്യൽ ബാച്ചിൻ്റെ കോഴ്സ് ഉണ്ട്, LSGS ഉണ്ട്, PSC സമഗ്ര ഫൗണ്ടേഷൻ എന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു PSC ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ബാച്ചുണ്ട്. അങ്ങനെ ഒരു ഫയർമാൻ ബാച്ചുകളുണ്ട്. ഏതെങ്കിലും ഒരു ബാച്ച് നിങ്ങൾ നിലവിൽ ഈ ഒരു ഓണ കാലയളവിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം, നമുക്കൊരു ഓഫറുണ്ട്. ഞാൻ ഓഫർ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. നോക്കൂ, നമ്മുടെ അവിടെ ഒരു കോഡ് കൊടുക്കാം. Y364 എന്നൊരു കോഡ് കൊടുത്തേ. കോഡ് കണ്ടായിരുന്നോ? കോഡ് കൊടുത്തു അല്ലെ? Y324 കോഡ് കൊടുത്തു കണ്ടോ? അപ്പോൾ 27% ഓഫർ ഏതൊരു കോഴ്സ് പർച്ചേസ് ചെയ്യാനും കിട്ടും. ഒരു 2x വാലിഡിറ്റി ഉണ്ടെന്ന് മറക്കരുത്. ഏത് കോഴ്സ് പർച്ചേസ് ചെയ്യാലും 2 വർഷമായിരിക്കും. നോർമലി 1 വർഷമായിരിക്കും കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വാലിഡിറ്റി കൊടുത്തിരിക്കുന്നത് 2 വർഷം. 2x ആണ്, 2 വർഷം വരെ വാലിഡിറ്റി കിട്ടാമെന്ന് മറക്കരുത്. അതുപോലെ ചില സ്പെഷ്യൽ ഗിഫ്റ്റുകളും അതിനോടൊപ്പം ഉണ്ടാകും. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഒരു പക്ഷേ ടെസ്റ്റ് സീരീസ് ആകാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു PYQ സീരീസിൻ്റെ ടെസ്റ്റ് സീരീസ് ആകാം, അതല്ലെങ്കിൽ ഒരു ബുക്കായിരിക്കും, ഈ ബുക്കായിരിക്കാം. റൈറ്റ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഷെയർ ചെയ്യട്ടെ. ഇനി നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന വഴിയും കൂടെ കാണണ്ടേ? തീർച്ചയായിട്ടും കാണണം. നേരെ ബോർഡിലേക്ക് നോക്കിയേ. അവിടെ അഡ്ഡ 247 മലയാളം ഒന്ന് കൊടുത്തേ. ദാണ്ട് ഇതുപോലെ അഡ്ഡ 247 മലയാളം ഒന്ന് കൊടുത്തോ. ആദ്യം കാണുന്ന വെബ്സൈറ്റ് എടുത്തോ. താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയണ്ടോ? ഇവിടെയാണ് നമ്മുടെ കോഴ്സ് സ്റ്റോർ എന്ന് പറയുന്നത്. 23 ഓൺലൈൻ കോഴ്സ് നിലവിൽ നമുക്കുണ്ട്. ഇതിലേതെങ്കിലും കോഴ്സ് ആവശ്യമുണ്ടെങ്കിൽ കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയും. നിലവിൽ ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സ് കേരള PSCൻ്റെ സമഗ്ര ഫൗണ്ടേഷൻ ബാച്ചാണ്. സമഗ്ര ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ 2025 അടുത്ത ഓണത്തിന് മുന്നേ കൃത്യമായി നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കണം. അടുത്ത ഓണത്തിന് മുന്നേ കേരളത്തിൽ നടക്കുന്ന പരമാവധി പരീക്ഷകളിൽ, ഇപ്പോൾ നമുക്ക് 2024 തിരുവോണമാണ്. അപ്പോൾ അടുത്ത 2025 തിരുവോണത്തിന് മുന്നേ ഏതെങ്കിലും അല്ല എല്ലാ പരീക്ഷകളും, കേരളത്തിലെ എല്ലാ കേരള PSC പരീക്ഷകളിലും കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? റാങ്ക് ഉറപ്പിക്കണം. നമുക്ക് അഡ്വൈസ് ചെയ്യുന്ന കുറച്ച് താമസിച്ചതായിരിക്കും, പക്ഷേ റാങ്ക് ആദ്യ 10 നിങ്ങളുടെ പേരുണ്ടായിരിക്കണം. അതിനുവേണ്ടി 2025 നിങ്ങൾക്കൊരു ജോലി, അടുത്ത തിരുവോണത്തിന് മുന്നേ ഒരു ജോലി ഉറപ്പിക്കാനായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാച്ചാണ്. 2025 തിരുവോണത്തിനുള്ളിൽ ജോലി കിട്ടിയിരിക്കണം. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമഗ്ര ഫൗണ്ടേഷൻ ബാച്ച് ആരംഭിക്കുകയാണ്. ഒരു PSC പരീക്ഷ നമുക്കറിയാം, കോമൺ ആയിട്ട് കുറേ വിഷയങ്ങളുണ്ട്. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്സ്, സ്പോർട്സ്, കൾച്ചർ, കേരള അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫെയർ പോലുള്ള വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനമായ അടിത്തറ ഉണ്ടാക്കിയെടുക്കുക, ബേസ് ഉണ്ടാക്കിയെടുക്കുക, ചോദ്യങ്ങളുടെ നിലവാരം മനസ്സിലാക്കിയെടുക്കുക. ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാച്ചാണ് PSC സമഗ്ര ഫൗണ്ടേഷൻ. നിലവിലെ ഫീസ് 2040 അത്രയും കൊടുക്കണ്ട. ഞാൻ നേരത്തെ ഓണം ഓഫറിനെ പറ്റി പറഞ്ഞില്ലേ, അത് ഉൾക്കൊള്ളിച്ചിട്ട് ഡിസ്കൗണ്ട് കോഡ് കൊടുത്ത്. എന്താ കോഡ്? Y364 എന്ന് കൊടുത്തേ. Y364 എന്ന് കൊടുത്തു. ഇനി 64 Y364 എന്ന് കൊടുത്തു അല്ലേ? Y364 എന്ന് കൊടുത്ത് അപ്ലൈ കൊടുത്തേ. അത് ക്യാപിറ്റലിൽ കൊടുക്കൂ. Y364 കൊടുത്തു. ഇനി അപ്ലൈ കൊടുത്തേ. റൈറ്റ്. ഇത് അപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു 794 അല്ലേ? 794 കുറച്ചിട്ട് 794, 794 കുറച്ചിട്ട് 2146. അപ്പോൾ 794 അല്ലെങ്കിൽ 794 കുറച്ചിട്ട് 2146. 2146 രൂപയ്ക്ക് ഈസിലി കോഴ്സുകളെ പർച്ചേസ് ചെയ്യാൻ കഴിയും. മറക്കരുത്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ മറ്റൊരു പേരോട് പരിചയപ്പെടുത്താം. നോക്കൂ, നമ്മുടെ അഡ്ഡ 247 മലയാളത്തിൻ്റെ ആപ്പുകൾ അവൈലബിൾ ആണ്. മറക്കല്ലേ, നമ്മുടെ ആപ്പുകൾ കൃത്യമായിട്ട് അവൈലബിൾ ആണെന്ന് മറക്കരുത്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഗൂഗിൾ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ ഗൂഗിൾ സ്റ്റോറിലോ ആപ്പിൾ സ്റ്റോറിലോ കൃത്യമായി കയറാം. അവിടെ കൃത്യമായി നമുക്ക് അഡ്ഡ 247 മലയാളം അല്ലെങ്കിൽ അഡ്ഡ 247 ആപ്പ് ഒന്ന് കൊടുക്കുക. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അവിടെ കൃത്യമായി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു 3 വരയുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ സ്റ്റേറ്റ് എക്സാംസ് കാണാൻ കഴിയും. അവിടെ കൃത്യമായി കേരളം എന്ന് ചൂസ് ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷകളിലെ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാൻ കഴിയും. ഏറ്റവും പുതിയ സിലബസിലെ കേരള PSC പരീക്ഷയിലെ വിഷയാടിസ്ഥാനത്തിൽ ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, മാത്സ് ആൻഡ് റീസണിങ് വിഷയാടിസ്ഥാനത്തിൽ സമയം വെച്ചുകൊണ്ട് കൃത്യമായി മോക്ക് ടെസ്റ്റ് ചെയ്യാൻ കഴിയും. ഒരു സെൽഫ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയുന്നതായിരിക്കും. സെൽഫ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യാൻ കഴിയും. മറക്കരുത്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പങ്കെടുക്കാൻ ഏവരും ശ്രമിക്കാം. ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസുകളുണ്ട്. ഓൾ കേരള ടെസ്റ്റ് സീരീസുകളൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. RRB പരീക്ഷയുമായി ബന്ധപ്പെട്ട ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ് ഉണ്ട്. അതുപോലെ LDC പരീക്ഷ അല്ലെങ്കിൽ 10th പ്രിലിംസുമായി ബന്ധപ്പെട്ട ഓൾ കേരള ടെസ്റ്റ് സീരീസ് കൃത്യമായിട്ട് പങ്കെടുക്കാനും ഫ്രീ ആയി പങ്കെടുക്കാൻ കഴിയും. പിന്നെ നമ്മുടെ ഫ്രീ ക്ലാസ്സുകൾ മൊത്തം വരുന്നുണ്ട്. സിലബസുകൾ കംപ്ലീറ്റ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആപ്പിനകത്ത്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഫീച്ചേഴ്സുകൾ കൃത്യമായി യൂസ് ചെയ്യാൻ ഏവരും ശ്രമിക്കുക. മാത്രമല്ല
നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കൃത്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷകളുടെ എക്സാംസ്, സിലബസ്, നോട്ടിഫിക്കേഷൻ, റാങ്ക് ലിസ്റ്റ്, ഫിസിക്കൽ കണ്ടീഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, മെഡിക്കൽ കണ്ടീഷൻ, പ്രായപരിധി പോലുള്ള കാര്യങ്ങൾ അതിവേഗത്തിൽ ഞാൻ കൊണ്ടുവരാം. അതുപോലെ തന്നെ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ ഏതെങ്കിലും ഒരു PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അങ്ങനെ രേഖപ്പെടുത്തുന്ന സമയത്ത് കൃത്യമായിട്ട് കേരള PSC പരീക്ഷകളിൽ കൃത്യമായിട്ട് കാറ്റഗറി നമ്പറുകൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേ? ഓക്കെയാണ്. അപ്പോൾ അത് നമ്മുടെ ഫീച്ചേഴ്സുകളെല്ലാം കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ എവരും ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. മറക്കരുത്, അടുത്ത ഓണത്തിന് മുന്നേ നമുക്ക് ജോലിയിൽ കയറാനുള്ള PSC സമഗ്ര ഫൗണ്ടേഷൻ ബാച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മറക്കണ്ട. ഒരു അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയെ പറ്റി ഏവരും കൃത്യമായൊരു ധാരണയിൽ എത്തുക. എന്താണ് ആ പരീക്ഷയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പരീക്ഷ അല്ലെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് വരും, അതിൻ്റെ കാലാവധി എങ്ങനെയാണ്, അതിൻ്റെ ഏജ് ലിമിറ്റ് എങ്ങനെയാണ് കൃത്യമായി മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? എല്ലാവർക്കും വൺസ് അഗൈൻ ഹാപ്പി ഓണം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.